വയനാടിന്റെ ദീർഘകാല സ്വപ്നമായ പെരിക്കല്ലൂർ ബൈരക്കുപ്പ പാലം യാഥാർത്ഥ്യത്തിലേക്ക്. കബനി നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീറിന് ഉറപ്പ് നൽകി. ബംഗളൂരുവിൽ നടത്തിയ ഉന്നതതല ചർച്ചയിൽ പദ്ധതി പൂർത്തീകരണത്തിനായി ആവശ്യമായ തുടർ നടപടികൾ ഉടൻ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കി. കബനി നദിയുടെ കുറുകെയുള്ള ബൈരക്കുപ്പ പാലത്തിനുള്ള മുറവിളി തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. എന്നാൽ ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഈ പാലം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീറും തമ്മിൽ ബാംഗ്ലൂരിൽ വെച്ച് കൂടിയ കൂടിക്കാഴ്ചയിലാണ് ഇതിനൊരു പച്ചക്കൊടി ഇപ്പോൾ കാണുന്നത്. നമുക്കറിയാം 1994 സെപ്റ്റംബർ 22 അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനും കർണാടക മുഖ്യമന്ത്രിയായിരുന്ന വീരപ്പ മൊയ്ലിയും ഇവിടെ ഒരു തറക്കല്ലിടുകയുണ്ടായി. പക്ഷേ ഈ തറക്കല്ല് ഇവിടെ കല്ലായി തന്നെ ഒതുങ്ങുകയും അത് നശിച്ചു പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി അത് വീണ്ടും നന്നാക്കി ആ കല്ല് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ ഉണ്ടാകില്ല എന്നുള്ള ഒരു വലിയ അവസ്ഥയിൽ തന്നെയായിരുന്നു. നമുക്കറിയാം, ഈ കാണുന്നതാണ് ഈ ബൈരക്കുപ്പ പാലം എന്ന്. 125 മീറ്ററിന്റെ ഒരു വ്യത്യാസം മാത്രമാണ് ഈ ബൈരക്കുപ്പ എന്ന് പറയുന്ന കർണാടക അതിർത്തിയിലേക്കുള്ളത്. പക്ഷേ ഇവിടെ ഒരു പാലമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങൾ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. ഈ പറയുന്ന ബൈരക്കുപ്പയിൽ ഏകദേശം 100-ലധികം മലയാളികൾ താമസിക്കുന്നുണ്ട്. അവിടെയുള്ള കുട്ടികളെല്ലാം പഠന ആവശ്യങ്ങളുമായിട്ട് ഈ കേരളത്തിലുള്ള പുൽപ്പള്ളി അതുപോലെ തന്നെ മുള്ളൻകൊല്ലി ഭാഗങ്ങളിലുള്ള സ്കൂളുകളിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കുന്നത് ഈ ഭാഗത്താണ്. പക്ഷേ ഈ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ പാലത്തിന്റെ അല്ലെങ്കിൽ ഈ പാലമില്ലാത്തത് കൊണ്ട് തന്നെ തോണിയിൽ കയറി വേണം വരാൻ. മഴക്കാലമൊക്കെയായി വെള്ളം പൊന്തിയാൽ ഒരു പക്ഷേ ദിവസങ്ങളോളം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. പക്ഷേ ഈ ഒരു പാലം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകളിലുള്ളവർക്കെല്ലാം ബാംഗ്ലൂർ അതുപോലെ തന്നെ മൈസൂർ ഭാഗങ്ങളിലൊക്കെ എത്തുന്നതിന് ഏറ്റവും എളുപ്പ വഴിയെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഈ ഒരു പാലം യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. നമുക്ക് അവരുമായിട്ട് തന്നെ സംസാരിക്കാം. വർഷങ്ങളായിട്ടുള്ള മുറവിളിക്ക് ശേഷം ഈ ഒരു പാലം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് കേൾക്കുന്നത്. എന്താണ് തോന്നുന്നത്? ഈ പാലം യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് നിരവധി തവണ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് നമ്മളിവിടെ ഒരു കമ്മിറ്റി, ഈ പുൽപ്പള്ളി പെരിക്കല്ലൂർ ഫൊറോന പള്ളി വികാരിയും ആയിട്ട് ഞങ്ങൾ ഒരു കമ്മിറ്റി ഫോം ചെയ്യും. ആ അച്ഛൻ നിരവധി തവണ ഇങ്ങനെ ബാംഗ്ലൂർ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ സംസാരിച്ച് ഇത് യാഥാർത്ഥ്യമാകണം എന്നുള്ള നിലയ്ക്ക്, അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ, കർണാടകത്തിലെ ഡി.കെ. ശിവകുമാർ ചീഫ് മിനിസ്റ്ററോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിവേദനം കൊടുക്കുകയും അദ്ദേഹം അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി ആക്കിത്തരാം എന്ന് നമുക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീറിന് ഉറപ്പ് നൽകിയതായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ അറിവ്. ഇത് യാഥാർത്ഥ്യമാകുവാണെങ്കിൽ കർണാടകത്തിലെ താമസിക്കുന്ന കേരളീയർ അടക്കമുള്ള അവിടുത്തെ ആദിവാസി വിഭാഗത്തിലുള്ള അടക്കമുള്ള എല്ലാവരും ഈ കാർഷികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കേരളത്തിലേക്ക് വരികയും കേരളത്തിലുള്ള ഒട്ടനവധി ആൾക്കാർ കർണാടകത്തിലേക്ക് യാത്ര ചെയ്യും. നിരവധി വിദ്യാർത്ഥികൾ കേരളത്തിലേക്കും അതേപോലെ തന്നെ കർണാടകത്തിലേക്ക് ഉപരിപഠനത്തിനായിട്ട് നിത്യേന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെല്ലാം ഈ പുഴയിൽ കൂടെ ഞങ്ങൾ തോണി കടന്നിട്ടാണ്. തീർച്ചയായും ഒരുപാട് വർഷങ്ങളായിട്ട് ഈ കടവിലെ തോണിക്കാരനാണ് അല്ലേ? അപ്പോൾ ഒരുപാട് അപകടങ്ങൾ അങ്ങനെയൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടെന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് എന്താണ് ഈ വെള്ളം കയറുന്ന സമയത്തൊക്കെ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടെ ഇത് മരക്കടവ് തോണിക്കടവിൽ 2004 കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു തോണി മറിയും 8 പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പെരിക്കല്ലൂർ കടവിൽ പാലമുണ്ടായിരുന്നെങ്കിൽ ആ മരണം അങ്ങനെ ഒരു അപകടം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പാലം ഉണ്ടെങ്കിൽ ആ അപകടം അവിടെ സംഭവിക്കില്ലായിരുന്നു. ഇപ്പം ഈ ഒരു പാലം വരാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തോണിക്കാർ ഇവിടെ അവരുടെ ഒരു ഉപജീവന മാർഗം ഇതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായിട്ട്. എങ്കിലും അവരെല്ലാം പറയുന്നത് ഈ പാലം വരണം, അതിനുവേണ്ടി ഉള്ളൊരു കാത്തിരിപ്പാണെന്ന്. എന്ത് പറയുന്നത് ചേട്ടാ? പാലം വരണം എന്നാണ് അഭിപ്രായം. പാലം വരുന്നത് വൈക്കം കായലേ. ബൈരക്കുപ്പ പാലം യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ. എത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാകട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ബൈരക്കുപ്പയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.